ഈ അഹമ്മദാബാദ് വിമാന അപകടം വലിയ വാർത്താ പ്രാധാന്യം നേടിയതാണ്, വലിയ അഭ്യൂഹങ്ങൾ പ്രചരിച്ചതാണ്. നമുക്കറിയാവുന്ന പോലെ 229 പേരാണ് ആ അപകടത്തിൻ്റെ വിമാനത്തിൽ മരിച്ചത്. അതുകൂടാതെ 19 പേർ കോളേജ് ഹോസ്റ്റൽ, ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലുള്ള 19 പേർ, അങ്ങനെ മൊത്തം ഏതാണ്ട് 260 പേർ കൊല്ലപ്പെട്ട ഒരു വിമാന ദുരന്തം. അപ്പോൾ ഇതിൻ്റെ അപകട കാരണത്തെക്കുറിച്ച് വലിയ അഭ്യൂഹങ്ങൾ പ്രചരിച്ചു. പൈലറ്റുമാർ ബോധപൂർവം വരുത്തിയ പിഴയാണ് എന്ന തരത്തിൽ ആണ് ആദ്യ പ്രചാരണങ്ങൾ ഉണ്ടായത്. പിന്നീട് അത് മാറി സാങ്കേതിക തകരാറാകാം ഈ അപകട കാരണം എന്നുള്ളതാണ് പിന്നീട് വന്ന വാദം. അപ്പോൾ ഈ പൈലറ്റുമാരുടെ പിഴവ് എന്ന ആ ഒരു വാദം ഉയരാൻ കാരണം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ്. അപ്പോൾ പൈലറ്റുമാർ, ഇത്രയും വർഷത്തെ അനുഭവ സമ്പത്തുള്ള പൈലറ്റുമാർ ബോധപൂർവം അത്തരത്തിൽ പെരുമാറുവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലായിരുന്നു അവ്യക്തത ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള കൃത്യമായ തെളിവുകൾ നമ്മുടെ പക്കൽ ഇല്ല എന്നുള്ളതാണ്. ഒരു പൈലറ്റ് സഹ പൈലറ്റിനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഈ വിമാനത്തിൻ്റെ ഫ്യുവൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. മറ്റേ പൈലറ്റ് അത് നിഷേധിക്കുന്നുമുണ്ട്. ഇതിനപ്പുറം യാതൊരു തെളിവും ഈ അപകടത്തിലേക്ക് നയിച്ച സാഹചര്യത്തെക്കുറിച്ച് വന്നിട്ടില്ല. ആ പൈലറ്റ് ബോധപൂർവം അങ്ങനെ ചെയ്തതാണോ, ഇനി ഓർമ്മപ്പിശകിൽ സംഭവിച്ചതാണോ, അതോ ആ യന്ത്ര സംവിധാനം, അത് ഒരു യന്ത്ര സംവിധാനത്തിന് തകരാർ സംഭവിക്കില്ല എന്നുള്ളത് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ മാത്രമാണല്ലോ. അപ്പം നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ആ യന്ത്ര സംവിധാനം സ്വന്തമായി തീരുമാനമെടുത്ത് പ്രവർത്തിച്ചതുകൊണ്ടാണോ, ഇത്തരത്തിലുള്ള ഒരുപാട് അവ്യക്തതകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാവുകയാണ്. കാരണം ഈ വിമാന അപകടം അത് ഒരു സാങ്കേതിക തകരാറാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം വഹിക്കേണ്ടത് ആ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ് ആണ്. ആ ബോയിങ്ങിന് ഈ പറയപ്പെടുന്ന ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് അത് സപ്ലൈ ചെയ്ത ഹണിവെൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഇവർ രണ്ടുപേരുമാണ് ഇതിന് സമാധാനം പറയേണ്ടത്. പക്ഷേ ഇവർ ഇപ്പോൾ കൈമലർത്തിയ അവസ്ഥയിലാണ്. കാരണം ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഈ പൈലറ്റുമാർക്ക് പങ്കുണ്ട് എന്ന തരത്തിലൊരു സൂചന കിട്ടിയപ്പോൾ അതിൽ കയറി തൂങ്ങി ഈ പൈലറ്റുമാർ ബോധപൂർവം വരുത്തിയ വിമാന അപകടമാണ് ഇതെന്ന് വരുത്തി തീർക്കാൻ ഈ ബോയിങ്ങും അവർ സ്വാധീനിച്ച അമേരിക്കൻ മാധ്യമങ്ങളും കിണഞ്ഞു പരിശ്രമിച്ചതാണ്. പിന്നീട് ഇന്ത്യയുടെ അന്വേഷണ വിഭാഗം ഈ കാര്യത്തിൽ, അതേപോലെ ഇന്ത്യയുടെ വ്യോമയാന മന്ത്രാലയം അടക്കം ഇക്കാര്യത്തിൽ ഒരു സമഗ്ര അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ആദ്യ സൂചനകൾ മാത്രമാണ് പുറത്തു വന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പൈലറ്റുമാരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്നൊരു നിലപാടെടുത്തു. പക്ഷെ പിന്നീട് ഈ അമേരിക്കൻ മാധ്യമങ്ങളടക്കം അവരുടെ മുൻ നിലപാടിൽ മയപ്പെട്ടുവെങ്കിലും ഇപ്പോഴും ഈ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്ന്, ഈ സംഭവം നടന്ന നാളിത്ര കഴിഞ്ഞിട്ടും ആർക്കും വ്യക്തതയില്ല. ഇപ്പോൾ ഇത് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കാൻ കാരണം ഈ ബോയിങ്, അതേപോലെ തന്നെ ഈ ഫ്യൂൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് അത് ബോയിങ്ങിന് സപ്ലൈ ചെയ്ത ഹണിവെൽ, ഈ രണ്ട് സ്ഥാപനങ്ങൾക്കുമെതിരെ ഈ വിമാനത്തിൽ യാത്ര ചെയ്ത അപകടത്തിൽ മരിച്ച 4 പേരുടെ ബന്ധുക്കൾ അമേരിക്കയിലെ ഒരു കോടതിയിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന വാർത്തകൾ വരുമ്പോഴാണ് വീണ്ടും ഈ അപകടം ചർച്ചയായപ്പെടുന്നത്. ഈ അപകടത്തിൽ മരിച്ച കന്താബെൻ ധീരുഭായ് പങ്കാദൽ, അതേപോലെ നവ്യ ചിറാഗ് പങ്കാദൽ, കുബേർഭായ് പട്ടേൽ, ബായിബൻ പട്ടേൽ, ഈ 4 പേരുടെ ബന്ധുക്കളാണ് അമേരിക്കയിലെ ഡെലാവെയർ എന്ന് പറയുന്ന സ്ഥലത്തെ, അതായത് നോർത്ത് അമേരിക്കയിലെ ഒരു സ്ഥലമാണ്, അവിടുത്തെ കോടതിയിൽ ഈ ബോയിങ്ങും അതേപോലെ ഹണിവെൽ അവർക്ക് ഈ ഫ്യൂൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് സപ്ലൈ ചെയ്ത കമ്പനിക്കുമെതിരെ ഭീമമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ നടപടി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിന് ഇതുവരെ ബോയിങ്ങും അതേപോലെ തന്നെ ഹണിവെൽ എന്ന് പറയുന്ന ഈ സ്ഥാപനവും ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അവർക്കെതിരെ നിയമ നടപടികൾ തുടങ്ങിയത് സംബന്ധിച്ച മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഈ കാര്യത്തിലുള്ള നിലപാട് എന്താണെന്ന് അന്വേഷിക്കുമല്ലോ. പക്ഷെ അവർ രണ്ടുപേരും ബോധപൂർവം മൗനം പാലിക്കുകയാണ് എന്നുള്ളതാണ് വിവരം. അതിന് ഒരു കാരണവുമുണ്ട്. കാരണം 2020, 2019 കാലയളവിലൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ ബോയിങ്ങിൻ്റെ തന്നെ 737 മാക്സ് എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെട്ട യാത്രാ വിമാനങ്ങൾ, അത് 2 എണ്ണം തുടർച്ചയായി അപകടത്തിൽപ്പെട്ട ഒരു സംഭവമുണ്ട്. അതൊന്ന് ലയൺ എയർക്രാഫ്റ്റിൻ്റെ ഒരു വിമാനം, മറ്റൊന്ന് എത്യോപ്യൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം. ഈ 2 വിമാനങ്ങളും അപകടത്തിൽപ്പെട്ട് 346 പേരാണ് മരിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ വന്നത് ഈ ബോയിങ് എന്ന് പറയുന്ന വിമാന കമ്പനിയുടെ ഗുരുതര പിഴവാണ് ഈ അപകടങ്ങൾ ഉണ്ടാകാൻ കാരണം എന്ന റിപ്പോർട്ട് വന്നിരുന്നു. അതായത് ഈ വിമാനം അത് പറന്ന് ഉയർന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ പൈലറ്റുമാരുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറി ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകും.
അപ്പോൾ ഈ വിമാനത്തിൻ്റെ സ്റ്റാളിംഗ് എന്ന് പറഞ്ഞാൽ വിമാനം കുത്തനെ ഉയർത്തുക താഴ്ത്തുക അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു യന്ത്ര സംവിധാനമാണ്. അപ്പോൾ അതിന് സഹായിക്കുന്ന തരത്തിലൊരു കമ്പ്യൂട്ടർ നിയന്ത്രിത യന്ത്രഭാഗം ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് കണക്കുകൂട്ടലുകൾക്ക് വിപരീതമായി പ്രവർത്തിച്ചതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള അന്വേഷണ റിപ്പോർട്ടാണ് വന്നത്. സ്വാഭാവികമായും അത് ബോയിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായി ചിത്രീകരിക്കപ്പെടും. അങ്ങനെ നിയമ നടപടികളുമായി ആ അപകടങ്ങളിൽ മരിച്ചവർ മുന്നോട്ട് പോയി. ബോയിങ്ങിന് $20 ബില്യൺ ആ അപകടത്തിൽ നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നത്. അതുകൂടാതെ ബോയിങ് എന്ന് പറയുന്ന കമ്പനിയുടെ വിശ്വാസ്യത വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്ന കാലയളവിൽ, അതായത് 2019 മാർച്ച് മുതൽ 2020 ഡിസംബർ വരെയുള്ള കാലയളവിൽ ബോയിങ്ങിൻ്റെ ഈ ശ്രേണിയിൽപ്പെട്ട എല്ലാ വിമാനങ്ങളും അത് പറത്തൽ നിർത്തിവെച്ച് പാർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇനിയും അപകടമുണ്ടായ പ്രശ്നമാണല്ലോ, അത്തരത്തിൽ ബോയിങ് തന്നെ നിർദ്ദേശം കൊടുക്കുകയും ചെയ്ത ഒരു അസാധാരണ സംഭവം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ സമാനമായാൽ കോടികളുടെ അല്ലെങ്കിൽ ശതകോടികളുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടായേക്കാമെന്നുള്ളൊരു ഭീതി ബോയിങ്ങിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് അവർ നേരത്തെ തന്നെ കരുതിക്കൂട്ടി, ഈ ഒരു മുഴം മുമ്പേ എറിയണമെന്നൊരു ചൊല്ലുണ്ടല്ലോ, അതേപോലെ ഈ വിമാന അപകടത്തിൻ്റെ ഉത്തരവാദിത്തം ഇന്ത്യൻ പൈലറ്റുമാരുടെ മണ്ടയ്ക്ക് വെച്ച് കെട്ടി കൈയൊഴിയാൻ നേരത്തെ തന്നെ ബോയിങ് ശ്രമങ്ങൾ ആരംഭിച്ചത് ഈ കാരണത്താലാണ്. ഇപ്പോൾ നിലവിൽ ഇവർക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ച പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ ബോയിങ് അധികൃതർ ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് എന്താണെന്ന് അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ഈ കാര്യത്തിൽ ഒരു പ്രതികൂലമായ ഒരു നിഗമനം കൂടി വന്നിട്ടുണ്ട്. അത് അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനാണ്. ഈ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുക, നിർദ്ദേശം കൊടുക്കുക, അതിനുള്ള ഒരു സ്ഥാപനമാണ്. ഇവർ 2018 ഈ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് അത് താനേ പ്രവർത്തിക്കാം, അതായത് അതൊരു യന്ത്ര സംവിധാനമാണല്ലോ, അതിൻ്റെ പ്രോഗ്രാമിങ്ങിലടക്കം ചില വ്യത്യാസങ്ങൾ വന്ന് താനേ പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി വിമാനത്തിന് പരിധിയിൽ കൂടുതൽ ഒരു വൈബ്രേഷൻ ഉണ്ടായാൽ പോലും ഈ സ്വിച്ച് താനേ നിലയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. അതായത് ഇത് റൺ എന്ന പൊസിഷനിൽ നിന്ന് കട്ട് ഓഫിലേക്ക് പോകാം, അല്ലെങ്കിൽ നേരെ തിരിച്ചും സംഭവിക്കാമെന്ന് ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി 2018 റിപ്പോർട്ട് കൊടുത്തൊരു സ്ഥാപനമാണ്. അപ്പോൾ ഈ റിപ്പോർട്ടും കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇവർക്കെതിരെ നിയമ നടപടി ഫയൽ ചെയ്തവർ കോടതിയിൽ രേഖകൾ സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അവർ ഇപ്പോൾ പറയുന്നത് ഈ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് അത് താനേ അത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള സാധ്യത കുറവാണ്. ഒന്നുകിൽ പൈലറ്റുമാർ അബദ്ധവശാൽ ചെയ്തത്, അല്ലെങ്കിൽ ബോധപൂർവം അതിനുള്ള സാധ്യതയാണെന്നാണ് ഇപ്പോൾ ഈ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന നിലപാട്. പക്ഷേ അത് ഈ കേസിൻ്റെ നടത്തിപ്പിനെ ഏത് തരത്തിൽ സ്വാധീനിക്കുമെന്നറിയില്ല. ഒരു പക്ഷേ നേരത്തെ സംഭവിച്ചതുപോലെ 737 മാക്സ് ആ ശ്രേണിയിൽപ്പെട്ട 2 വിമാന അപകടങ്ങളിൽ സംഭവിച്ചതുപോലെ സമാനമായ നിഗമനം ഈ പൂർണ്ണ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ലല്ലോ. ആ പൂർണ്ണ അന്വേഷണ റിപ്പോർട്ടിൽ അതേപോലൊരു നിഗമനം വന്നാൽ ബോയിങ്ങിനെ സംബന്ധിച്ച് ശതകോടികളുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതേസമയം തന്നെ ഈ വിമാന അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകാനും സാധിക്കും.